ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് ഹോം കുക്കിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് വളരെ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കെമിക്കലൊന്നും ചേർക്കാത്തൊരു ഹെയർ ഡൈയുടെ റെസിപ്പിയാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ് എടുത്തിട്ടുള്ളത്. വീട്ടിലുള്ള കുറച്ച് ഇലച്ചെടികളും അതുപോലെ കുറച്ച് അവൈലബിൾ ആയിട്ട് സാധനങ്ങൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ ആണിത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്ത് വെച്ചിരിക്കുന്നത് തിളയ്ക്കാനായിട്ട്. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ 2-3 സ്പൂൺ തേയിലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ വെട്ടി തിളയ്ക്കണം. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് 1/2 ഗ്ലാസ് ആയി വരുന്നത് വരെ വേണം ഇത് തിളപ്പിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം. ഇപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു പാത്രത്തിലൂടെ ഇതിനെ ഊറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം വേണ്ട അതുപോലെ നല്ല ഡാർക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഡൈക്ക് വേണ്ടിയിട്ട് സാധനങ്ങളായിട്ട് ഞാൻ പനിക്കൂർക്ക ഇല എടുത്തിട്ടുണ്ട്, അതുപോലെ നെല്ലിക്ക എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചെമ്പരത്തിയുടെ ഇലയുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പനിക്കൂർക്ക ഇല എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ, നല്ലപോലെ മുടിക്ക് ഗുണം ചെയ്യുന്നതാണ്. തലമുടി കറക്കാനായാലും അതുപോലെ തന്നെ നമുക്ക് ജലദോഷമൊക്കെ വരുമ്പോൾ അത് ഉപയോഗിക്കുകയാണെങ്കിൽ തലനീരിറക്കമൊന്നും ഉണ്ടാകത്തില്ല. തലയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് വളരെ ഗുണം ചെയ്യുന്നൊരു സാധനമാണ് പനിക്കൂർക്ക ഇല. പിന്നെ ചെമ്പരത്തി ഇല നല്ലൊരു താളി പോലെ, അതുപോലെ തന്നെ മുടിക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടാനും നമ്മൾ ഷാമ്പൂ ഒന്നും ഉപയോഗിച്ചില്ലെങ്കിൽ മുടി നല്ല സിൽക്കിയും നല്ല സോഫ്റ്റുമായി കിട്ടാനായിട്ട് സഹായിക്കും. പിന്നെ നെല്ലിക്ക അറിയാലോ, ഇപ്പം ഇനി പച്ചനെല്ലിക്കായും ഇല്ല എന്നുണ്ടെങ്കിൽ നെല്ലിക്കയുടെ പൊടി ചേർത്താൽ മതി. അതുപോലെ തന്നെ നെല്ലിക്കയുടെ ഗുണങ്ങൾ മുടിക്ക് ഒത്തിരി നല്ലതാണ്. അതുപോലെ തലയുടെ താരം പോകാനും ചൊറിച്ചിൽ പോകാനും ഒക്കെ നല്ല ഗുണം ചെയ്യുന്നതാണ് നെല്ലിക്ക. അപ്പോൾ ഇതെല്ലാം കൂടിയാണ് നമ്മൾ അരച്ചെടുക്കാൻ പോകുന്നത്. ഇപ്പം ഞാൻ ആദ്യം ഒന്ന് ചതച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേയില വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. എത്രത്തോളം പേസ്റ്റ് ആക്കാൻ പറ്റുമോ ആ രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ഇപ്പം ഞാനിവിടെ നല്ലപോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഡൈയുടെ മിക്സ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഹെന്ന പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഹെന്ന ഇല്ലെങ്കിൽ മൈലാഞ്ചി കിട്ടുവാണ്, മൈലാഞ്ചി ഇലയുണ്ടെങ്കിൽ അങ്ങനെ അരച്ചെടുക്കുക. ഇപ്പോൾ എന്നെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ പൗഡർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്ത്, ഇരുമ്പ് ചീനിച്ചട്ടി തന്നെ വേണം കേട്ടോ. അതിനകത്തോട്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ മൈലാഞ്ചിയുടെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഹെന്ന പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുത്ത് അതിന് നമ്മൾ മിക്സ് ചെയ്തെടുക്കുവാണ്. ഇപ്പം ഞാനിവിടെ ഹെന്നയുടെ പൗഡർ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അത് കുറച്ച് ഞാൻ 3-4 പ്രാവശ്യം തേക്കാനായിട്ട് ഒന്നിച്ച് മിക്സ് ചെയ്ത് വെക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം തേക്കാനാണെങ്കിൽ 1 സ്പൂണ് മാത്രം എടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് ഉണ്ടാക്കി വെക്കാം. ഇപ്പം ഞാനിത് ഉണ്ടാക്കി വെച്ചിട്ട് മിക്സ് ചെയ്യാൻ ഒരാഴ്ചയോളം ഉപയോഗിക്കാനുള്ള രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തോട്ട് ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് വെക്കാം. വെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിരിക്കും തേയിലയുടെ വെള്ളം ഉപയോഗിച്ചാണ് നമ്മൾ മിക്സ് ചെയ്ത് വെക്കുന്നത്. അതിനുശേഷം ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്ത് വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്താണ് മിക്സ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഇരുമ്പ് ചീനിച്ചട്ടിക്ക് മിക്സ് വെക്കുമ്പോഴത്തേക്കും നമ്മൾ താഴത്ത് മാത്രം, അതായത് സെൻട്രൽ മാത്രമായിട്ട് മിക്സ് ചെയ്ത് വെക്കാതെ മൊത്തത്തിൽ നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ചീനിച്ചട്ടിയുടെ മൊത്തത്തിൽ, അതായത് അതിനകത്ത് മൊത്തം സ്പ്രെഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കൂടുതൽ പെട്ടെന്ന് എല്ലായിടവും കറുത്ത് കിട്ടുന്നതായിരിക്കും. എത്രത്തോളം ബ്ലാക്ക് ആകുമോ അത്രയും നല്ലതാണ് കേട്ടോ. ആ രീതിയിൽ ബ്ലാക്ക് ആക്കുമ്പോൾ നമ്മുടെ തലയിലോട്ട് തേക്കുമ്പോഴും പെട്ടെന്ന് അതിൻ്റേതായ ഡൈ എഫക്റ്റ് ഉണ്ടാകും. ഇപ്പം ഞാനിതുപോലെ നല്ല സ്പ്രെഡ് ചെയ്തിട്ട് അതുപോലെ നല്ല അടച്ചു വെക്കാൻ പോവുകയാണ്. നമുക്ക് ഏകദേശം മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും വെക്കണം. എത്രത്തോളം കൂടുതൽ വെക്കാം അത്രത്തോളം ഇത് കറുത്ത് വന്നിരിക്കും. ഇപ്പം നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഈ മിക്സ് റെഡിയാക്കി വെച്ചിട്ട് ഇപ്പോൾ ഒരു 5 മണിക്കൂറായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയപ്പോൾ കണ്ടോ സൈഡിൽ നിന്നൊക്കെ ഓൾറെഡി കറുത്ത് തുടങ്ങിയിട്ടുണ്ട്. ആ ഇരുമ്പിനോട് ചേർത്ത്, അതായത് ചീനിച്ചട്ടിയോട് ചേർന്നിരിക്കുന്ന സൈഡിലാണ് പെട്ടെന്ന് കൂടുതൽ കറുത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ സമയം ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ മൊത്തത്തിൽ നല്ലപോലെ നമുക്ക് കറുത്ത് കിട്ടും. കൂടുതൽ കറക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഡൈയുടെ ഇഫക്റ്റ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്നും കൂടി ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരവും കൂടി എടുത്ത് വെക്കാൻ പോവുകയാണ്. നല്ലപോലെ ഒന്നും കൂടി മിക്സ് ചെയ്യാൻ കണ്ടോ. അപ്പോൾ നേരത്തെ കളറൊക്കെ കുറേ മാറിയിട്ടുണ്ട്. കുറച്ച് നല്ല പച്ച കളറായിരുന്നു, ഇപ്പോൾ കുറച്ചും കൂടി അങ്ങോട്ട് ഡാർക്കായി വരുന്നുണ്ട്. ഇനി നമ്മളെല്ലാം കൂടി സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇനിയൊരു എന്തായാലും ഒരു 24 hours കഴിഞ്ഞിട്ടൊന്ന് എടുത്ത് നോക്കാം. ഇപ്പോൾ ഞാൻ 24 മണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ കണ്ടു സൈഡിൽ നിന്നൊക്കെ കൂടുതൽ നല്ലപോലെ കറുത്ത് നല്ല മിക്സായി വന്നിട്ടുണ്ട്. പക്ഷേ ഇന്നെനിക്ക് കുറച്ച് പനി പോലെയാണ്. അപ്പോൾ ഞാനതുകൊണ്ട് എനിക്ക് ഇന്നും ഇത് തലയിൽ തേക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനൊന്നും കൂടി എടുത്ത് വെക്കുവാണ്. അപ്പോൾ നമുക്ക് നോക്കാം അത് എത്രത്തോളം ഇനിയും കറുത്ത് വരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അത് ഒന്നും കൂടി നമുക്കിതുപോലെ മിക്സ് ചെയ്തിട്ട് നേരത്തെ നമ്മൾ ചെയ്തില്ലേ ഇതുപോലെ ചീനിച്ചട്ടിക്കകത്ത് ഒന്നും കൂടി സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഒന്നും കൂടി ഒന്ന് എടുത്ത് വെക്കാം. എടുത്ത് വെച്ചതിന് ശേഷം പിന്നീട് നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഒരു ദിവസത്തേക്കും കൂടി ഒന്ന് അടച്ചു വെക്കുവാണ്. ഇപ്പോൾ ദേ നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേക്കും തുറന്ന് നോക്കിയപ്പോൾ കണ്ടോ
ഫുള്ള് കറുത്ത് വന്നിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ടുള്ളൊരു ഡൈയുടെ പാകത്തിലെത്തി നിൽപ്പുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഇത് തലയിൽ തേക്കാനായിട്ട് എടുത്തുപയോഗിക്കാം. കണ്ടോ, ഫുൾ കറുത്തായിട്ട് വന്നിട്ട് ഇതാണ് നമ്മൾ പറയുന്നത് 2-3 ദിവസമൊക്കെ നമ്മൾ വെക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല കറുപ്പായിട്ട് തന്നെ വരും. അതുപോലെ നല്ലൊരു ഇഫക്റ്റ് ആയിട്ടുള്ള നല്ല ഡൈ ആയിട്ട് നമുക്ക് തലയിൽ തേക്കാനും പറ്റും. ഇനി നമുക്ക് ഡൈ ഒന്ന് അപ്ലൈ ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മൾ സാധാരണ നര എവിടെയൊക്കെയാണോ ഉള്ളത് അങ്ങനെ തേക്കാം. അപ്പോൾ എനിക്ക് കൂടുതൽ ഫ്രണ്ട് സൈഡിൽ നരയുള്ളത്, അപ്പോൾ അവിടെ മാത്രമാണ് ഞാനിപ്പോൾ തേച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാനൊരു കോട്ടണയിൽ കുറച്ച് മിക്സ് എടുത്തിട്ട് അതാണ് തലയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് കോട്ടണോ അതുകൊണ്ട് കൈകൊണ്ട് തന്നെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ നോർമൽ സാധാരണ ബ്രഷ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഡൈയുടെ ബ്രഷ് ഉള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും ഇത് തേച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് സൈഡിലൊക്കെ തേച്ച് കൊടുത്ത് കണ്ട ഒരുമാതിരി എല്ലായിടത്തും തന്നെ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് 2 മണിക്കൂർ വെച്ചിട്ട് വേണം അത് കുളിക്കാനായിട്ട്. അപ്പം എത്രത്തോളം നമുക്ക് ഇട്ട് കൊടുക്കുന്നു നല്ല രീതിയിൽ ചെയ്യുവാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഇതിൻ്റെ ഇഫക്റ്റ് ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ ഞാനിപ്പം തലയൊക്കെ കഴുകി വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ നോർമൽ വെള്ളത്തിലാണ്, ഷാമ്പൂലൊന്നുമല്ല കഴുകി എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കണ്ടോ, മുടി ഒരുമാതിരി എല്ലാം തന്നെ കറുത്ത് വന്നിട്ടുണ്ട്. അത് ഒരു പ്രാവശ്യമൊന്നും നമ്മൾ കഴുകി കഴിഞ്ഞാൽ സാധാരണ കെമിക്കൽ ഡൈഡ് അത്രയും പെട്ടെന്നൊന്നും മാറത്തില്ല. നമ്മളൊരു അടുപ്പിച്ച് 2-3 പ്രാവശ്യമൊക്കെ ആഴ്ചയിൽ ചെയ്യണം. പിന്നീട് അടുത്ത ആഴ്ചയിൽ നമ്മൾ അതിൻ്റെ ഫ്രീക്വൻസി കുറച്ച് കൊണ്ടുവരാം. ആഴ്ചയിൽ 3 എന്നുള്ളത് 2 പ്രാവശ്യം, പിന്നീടുള്ളത് 1 പ്രാവശ്യം, അങ്ങനെയൊക്കെ ആയിട്ട് ഒരു മാസം ഒന്ന് അടുപ്പിച്ച് ചെയ്യുവാണെങ്കിൽ നല്ല ഇഫക്റ്റീവ് ആയിരിക്കും ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ലൊരു ഡൈ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡൈ മിക്സ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.